അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. ആലയത്തിൽ വസിക്കുന്നവരാണോ? നിത്യം സ്തുതിക്കുന്നവരാണോ? ബലം ദൈവത്തിലുള്ളവരാണോ? കണ്ണുനീരിനെ ജലാശയമാക്കി തീർക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ മടുപ്പ് ഒത്തിരി കടന്നു വന്നു. പ്രൈസ് ലോർഡ്. അവർ വെള്ളം കിട്ടാതെ വന്നപ്പോൾ അവർ പിറുപിറുത്തു. ചെങ്കലിന്റെ തീരത്തെത്തിയപ്പോൾ ഞങ്ങളെ കൊല്ലാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. പ്രൈസ് ലോർഡ്. ഇറച്ചി കിട്ടാത്തപ്പോൾ അവർ പിറുപിറുത്തു. ഇറച്ചി പല്ലിനിടയിൽ ഇരുന്നപ്പോഴും അവർ പിറുപിറുത്തു. പ്രൈസ് ലോർഡ്. അങ്ങനെ പിറുപിറുത്ത് മുമ്പോട്ട് പോയ ഒരെണ്ണം പോലും എത്തേണ്ട കനാനിൽ എത്തിയില്ല. ദൈവം ജീവിതത്തിൽ തന്ന നന്മകൾക്ക് അനുസരിച്ച് ഈ ദൈവത്തെ സ്തുതിച്ച് മടികൂടാതെ ദൈവത്തിന് മഹത്വം അർപ്പിച്ച് നാം മുമ്പോട്ട് പോയാൽ എത്തേണ്ട തുറമുഖത്ത് നമ്മെ എത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടല്ല. അപ്പോസ്തലനായ പൗലോസിനെ അറിയാലോ. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും അവരും ദൈവത്തെ സ്തുതിക്കാൻ മടി കാണിച്ചില്ല. രണ്ട് കൈയും ആമത്തില്ല, രണ്ട് കാലും ആമത്തില്ല. എന്നാൽ അതിൻ്റെ നടുവിലും വീണ്ടെടുത്ത ദൈവത്തെ സ്തുതിക്കാൻ അവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരിനെ മാറ്റിത്തരുന്ന ഒരു ദൈവം. ജീവിതത്തിന്റെ കണ്ണുനീരുകളുടെ നടുവിൽ കൂടെ കടന്നുപോയാൽ എൻ്റെ ദൈവം ജലാശയമാക്കി തീർത്താൽ നമ്മുടെ കൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹം ലഭിക്കുമാറ് നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. കണ്ണുനീർ താഴ്വരുടെ അനുഭവങ്ങൾ എന്നേക്കുമുള്ളതല്ല. അത് നിലനിന്നു പോകുന്നതല്ല. അത് അല്പനാളത്തേക്കേ ഉള്ളൂ. അതിൽ കൂടെ കടക്കുമ്പോൾ കടന്നാൽ ഒരു സ്ഥലത്തെത്തും. ആ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഒരല്പകാലത്തേക്കേ ഉള്ളൂ, എന്നേക്കും സ്ഥിരമല്ല. അതിൽ കൂടെ കടന്നു പോകുന്നതേ ഉള്ളൂ. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുന്നു അല്പകാലം. എന്നാൽ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം, ഞൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം നമുക്ക് തന്നതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം സ്തോത്രം ചെയ്യണം. ഇന്നത്തെ വേദനകൾ അല്പകാലത്തേക്ക്, ഞൊടിനേരത്തേക്ക്, അല്പ ആയുസേ അതിനുള്ളൂ. ദീർഘകാലം യഹോവയുടെ ആലയത്തിൽ വസിക്കുന്നവരായി തീരുവാൻ